സാമാന്യം എങ്ങനെ എന്താണ് പടത്തിൽ കഥ പറഞ്ഞു വെക്കുന്നത്? ഒരു സുവിശേഷ പ്രസംഗം പോലെ ഉണ്ട്. ക്ലൈമാക്സ് സൂപ്പറായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. കഥയും കാര്യവും എങ്ങനെയാണ്? വളരെ നന്നായിട്ടുണ്ട്. നല്ല മൂവിയാ, ഫാമിലി മൂവിയാ, കൊള്ളാം. പുതുമുഖ ആൾക്കാരായിരുന്നല്ലോ, എല്ലാവരും നല്ലായിരുന്നു. നല്ലൊരു ഫാമിലി മൂവിയാണ്, എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റിയൊരു ഫിലിമാണ്. ഒരു ആലപ്പി അഷ്റഫിക്കയുടെ പടങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ലാഗ് തോന്നുന്നു. പക്ഷേ അഭിനേതാക്കളുടെ ഈ പോൾ കാട്ടൂക്കാരൻ നല്ല പുതുമുഖങ്ങളാണ്. അതിൽ പോൾ കാട്ടൂക്കാരൻ്റെ അഭിനയം, ആ യേശുവിൻ്റെ അത്താഴ വിരുന്നിൻ്റെ ആ ഒരു ഇതും യേശുവായിട്ട് അഭിനയിക്കുന്ന എന്തായാലും നല്ലൊരു ക്യാരക്ടറാണത്. ഭാവിയിലൊരു മലയാള സിനിമയ്ക്ക് ഒരു നടനും കൂടെ ഉണ്ടായി എന്നാണ് തോന്നുന്നത്. മലയാള സിനിമയ്ക്ക് പുതുമുഖ നടങ്ങളിൽ നല്ല റോളുകൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു നടൻ ഉണ്ടായിട്ടുണ്ട്. ഫീല് ഹാഫ് ടൈം കഴിഞ്ഞ് ഒരു ഫീലുണ്ട്, ഒരു കുടുംബ പശ്ചാത്തലം. അതായത് ഒരു വളരെ താഴേക്കിടയിലുള്ള ഒരു കുടുംബത്തിൻ്റെ കഥയാണത്. നല്ല പ്രോഗ്രാം, കുടുംബത്തിന് കാണാൻ പറ്റിയൊരു നല്ല ചിത്രം. അടിയന്തരാവസ്ഥക്കാലത്തെ അനുരാഗം, ആലപ്പി അഷ്റഫിക്കയുടെ ഒരു തിരിച്ചുവരവെന്ന് തന്നെ പറയാം. അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് പറയാൻ, ഒരു കുടുംബമായിട്ട് കാണാൻ പറ്റുന്നൊരു നല്ലൊരു വിഷ്വൽ ട്രീറ്റ്. വളരെ കോമഡി ഒരുപാടില്ല, പക്ഷെ നല്ലൊരു ഒരു കുടുംബ ചിത്രം, ഒരു പ്രണയ ചിത്രം. ഇത് അടിയന്തരാവസ്ഥ അനുരാഗം സത്യം പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും മനോഹരമായൊരു കുടുംബ ചിത്രം. പ്രത്യേകിച്ച് ഈ സിനിമയുടെ ഒരു പ്രത്യേകതയായിട്ട് കണ്ടത്, കേരളത്തിൽ ഈ കടൽ ചിത്രങ്ങൾ ഒരുപാട് എടുത്തിട്ടുണ്ട്, പക്ഷേ ഈ കായൽ ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ കഥയും ഗംഭീര ക്ലൈമാക്സ്. എന്തായാലും ആലപ്പി അഷ്റഫിനും ടൈറ്റസ് ആറ്റിങ്ങലിനും വളക്കുരിശേട്ടനെല്ലാം ഗംഭീര അഭിനന്ദനങ്ങൾ. ഗംഭീര ചിത്രം, വളരെ വർഷത്തിന് ശേഷമാണ് ഇത്രയും മനോഹരമായൊരു കുടുംബ ചിത്രം കാണാൻ സാധിച്ചത്. താങ്ക് യു. നല്ലൊരു ചിത്രമാണ്, നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്, എല്ലാം നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം പുതുമുഖക്കാരെല്ലാവരും അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ട് വന്നു. നല്ല മൂവിയാണ്. ആലപ്പുഴ ഷെർഫിൻ്റെ തിരിച്ചു വരവ് തന്നെയാണ്. അദ്ദേഹം പഴയ നല്ല ഡയറക്ടറായിരുന്നു, കുറച്ച് ഗ്യാപ്പ് ഉണ്ടെങ്കിലും അത് ഇപ്പോൾ ചെയ്ത് ഈ ഫിലിം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിന് യോജിച്ച ഓരോ സീനും ഓരോ ഇതും ഡ്രസ്സ് പോലും ആ കാലത്ത് അത് വളരെ ശ്രദ്ധിച്ച് ചെയ്തു എന്നുള്ളതാണ്. ഒരുപ്പെട്ട ഡയറക്ടർക്ക് അത് കുറേ പ്രയാസമാണ്. സൂപ്പർ ഫിലിം. അല്ല, കഥ ഒരു അന്നത്തെ കാലത്ത് ആ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ്, പക്ഷെ അത് വളരെ ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട്. സൂപ്പർ. അതുമല്ല ക്യാമറ ബെസ്റ്റ് ക്യാമറ, കൊള്ളാം. എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ഫിലിം. അതെ, പടം നല്ല പടം. ക്രിസ്ത്യൻ കഥ, പ്രണയം എല്ലാം ഉണ്ട്. ക്രിസ്ത്യൻ കഥയാണ്. അല്ല, കുടുംബ ചിത്രം എന്ന് പറയാം. നല്ല കഥയാണ്.